ടോജോയും ചൂണ്ടയും. പണ്ടൊരു ദ്വീപില് വലിയൊരു മലയുണ്ടായിരുന്നു. താഴ്ന്നു നോക്കിയ മുകൾ ഭാഗം കാണാനാവാത്തത്ര ഉയരം. ആ മലയിലാണ് ടോജോ എന്ന പരുന്തിന്റെ താമസം. ഒരു കടുവയുടെ അത്ര ശക്തിയും വലിപ്പമുള്ള ടോജോ പറക്കുന്നത് കണ്ടാലേ പേടിയാവും. പക്ഷെ ആ വമ്പൻ പരുന്തിന് മീൻപിടുത്തക്കാരെ പേടിയായിരുന്നു, പ്രത്യേകിച്ചും അവരുടെ ചൂണ്ട. കാരണം എന്താ അറിയോ, പണ്ട് വള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ ശ്രമിച്ചപ്പോ ടോജോയ്ക്ക് ചൂണ്ട കൊണ്ട് നല്ല അടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മീൻപിടുത്തക്കാർ കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന തക്കം നോക്കിയേ ടോജോ താഴേക്കിറങ്ങും. എന്നും ടോജോ താഴേക്കിറങ്ങി കോഴിയും താറാവിനെയും എല്ലാം റാഞ്ചിയെടുത്ത് മലയിലേക്ക് പോവും. വിശപ്പ് മാറിയില്ലെങ്കിലോ പിന്നെയും പറന്നു വരും, കന്നുകാലികളെ പിടിക്കാനാ. പക്ഷെ ഈ കന്നുകാലികളെയും കോഴിയൊക്കെ കഴിച്ച് ഈ വമ്പൻ പരുന്തിനും അടുത്തു. ഒരു ദിവസം താഴെ വന്ന ടോജോ 2 കുട്ടികളെ കണ്ടു. ഇവരിൽ ഒരാളെ അകത്താക്കാം. ടോജോ ഒരു കുട്ടിയെ പിടികൂടി പറന്നു കളഞ്ഞു. ആ വാർത്ത ദ്വീപ് മുഴുവൻ പടർന്നു. എല്ലാവർക്കും പേടിയായി. ഇത്ര നാളും കോഴിയും ആടും ഒക്കെ മതിയായിരുന്നു, ഇപ്പൊ നമ്മുടെ മക്കളെയും തട്ടിയെടുക്കാൻ തുടങ്ങി. ആ പരുന്തിനെ തുരത്തണം, ഒരാൾ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ മീൻപിടുത്തക്കാർ കടലിൽ പോകുന്നത് പോലെ അഭിനയിച്ചു. എന്നിട്ടോ മലയടിവാരത്തിൽ ഒളിച്ചിരുന്നു. മീൻപിടുത്തക്കാർ പോയെന്ന് വിചാരിച്ച ടോജോ പറന്നിറങ്ങി. പരുന്തിന്റെ നിഴല് കണ്ടതും മീൻപിടുത്തക്കാരൻ ചൂണ്ടക്കുളത്തിൽ കെട്ടിയ കയറ് ടോജോയ്ക്ക് നേരെ എറിഞ്ഞു. ചൂണ്ട കണ്ട ടോജോ പേടിച്ചുപോയി. വൈകാതെ മീൻപിടുത്തക്കാരൻ പരുന്തിനെ നിയന്ത്രണത്തിലാക്കി. പിന്നെ വൈകിയില്ല. കയറു വലിച്ച് പരുന്തിനെ നിയന്ത്രിച്ചുകൊണ്ട് 2 പേര് അവന്റെ പുറത്ത് കയറി. ടോജോ അവരെയും കൊണ്ട് തന്റെ കൂട്ടിലേക്ക് പറന്നു. ഭാഗ്യം, അവിടെ അതാ കോഴിത്തൂവലുകൾക്കിടയിൽ പേടിച്ചു വിറച്ചിരിക്കുന്നു തലേന്ന് പരുന്ത് തട്ടിയെടുത്ത കുട്ടി. മീൻപിടുത്തക്കാർ കുട്ടിയെ എടുത്ത് പരുന്തിന്റെ പുറത്തിരുന്ന് താഴെയെത്തി. എല്ലാവരും സന്തോഷത്തോടെ തുള്ളിച്ചാടി. ആ ബഹളത്തിനിടെ ടോജോ വേഗം കഴുത്തിലെ കയറോടുകൂടി പറന്നു പൊങ്ങി. കയറിന്റെ അറ്റത്ത് അപ്പോഴും ചൂണ്ടയുണ്ടായിരുന്നു. കടലിന് നേരെ പറന്ന ആ വമ്പൻ പരുന്തിനെ പിന്നെ ആരും കണ്ടിട്ടില്ലത്രേ.